ഈ കാണുന്നതാണ് ദഗുപ്പൻ്റെ കവാടം. രാജകീയമായ ഒരു കവാടം തന്നെ. ഇത് ദഗുപ്പാനിൽ മാത്രമല്ല, ഫിലിപ്പീൻസിൻ്റെ പല പ്രധാന നഗരങ്ങളിലും നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് ആ നാടിൻ്റെ പേര് നൽകി ചെറുതും വലുതുമായ കവാടങ്ങൾ ധാരാളം കാണാം. ദഗുപ്പാൻ എൻ്റെ നാടായ കോഴിക്കോടിനെ പോലെ എനിക്കിപ്പോൾ സുപരിചിതമാണ്. ദഗുപ്പാനിലെ ആളുകളും അവരുടെ ജീവിത രീതിയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. 15-ാം നൂറ്റാണ്ടിൽ ബക്നോട്ടൻ എന്നായിരുന്നു ഈ നഗരത്തിൻ്റെ പേര്. പിന്നീട് ഇവിടെ ഒരു കലാപം ഉണ്ടാവുകയും ഇവിടെയുള്ള ജനങ്ങൾ ഈ നഗരത്തെ പുനർനിർമ്മിക്കുകയും അവരാണ് പിന്നീട് ഇതിന് ദഗുപ്പൻ എന്ന പേര് നൽകിയിട്ടുള്ളത്. ഒരു വിദേശിയും കൊണ്ട് ഗൈഡ് നടക്കുന്ന പോലെ എന്നെയും കൊണ്ട് മിർന അവളുടെ നാടും അവളുടെ നാട്ടിലെ ചരിത്രവും പിന്നെ അവിടെ നടക്കുന്ന വിശേഷങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കാഴ്ചകളും കണ്ടിങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഈ വാഹനം കാണാനിടയുണ്ടായത്. ഇതാണ് ജീപ്പിനി. ഫിലിപ്പീൻസിൻ്റെ ദേശീയ വാഹനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അമേരിക്കയുടെ കോളനിവൽക്കരണ കാലഘട്ടത്തിലാണ് ജീപ്പിനികളുടെ ഉത്ഭവം. ഓട്ടോ കാലിസ അഥവാ AC എന്ന ചുരുക്കനാമത്തിലാണ് ഇവ അറിയപ്പെട്ടിരുന്നത്. ഇതിവിടുത്തെ വില കുറഞ്ഞ യാത്രാ യൂട്ടിലിറ്റി വാഹനങ്ങളായി പ്രവർത്തിച്ചു. 1930 കാലഘട്ടത്തിൽ ഇത് മനിലയിൽ മാത്രം കണ്ടിരുന്ന വാഹനമായിരുന്നെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് അധികവും നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. 1950 ശേഷമാണ് ഇത് ഫിലിപ്പീനുകളുടെ കയ്യിലെത്തിയത്. അവരാണ് ഇന്ന് ഈ കാണുന്ന ജീപ്പിനികളുടെ രൂപത്തിലേക്ക് മാറ്റം വരുത്തിയത്. അവരിതിന് നീളം കൂട്ടുകയും അതിനൊരു മേൽക്കൂര പണിയുകയും പിന്നീട് അവരത് ഷെയർ ടാക്സികളായിട്ട് ഉപയോഗിക്കുകയുമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു ദിവസം ആളൊഴിഞ്ഞൊരു ജീപ്പിനിൽ ഞാനും മിർനയും മിർനയുടെ വീട്ടുകാരും ഒത്ത് ഒരു ബീച്ച് കാണാൻ പോയി. വളരെ കൗതുകം നിറഞ്ഞതും രസകരമായ ഒരു യാത്രയായിരുന്നു ജീപ്പിനിയിലൂടെയുള്ള അനുഭവം. 24 മണിക്കൂറും നമുക്ക് ഈ ജീപ്പിനികളുടെ സർവീസ് അവിടെ ലഭ്യമാവും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. വലിയൊരു നെറ്റ്വർക്കിംഗ് ആണ് ജീപ്പിനികൾക്ക് ഫിലിപ്പീൻസിലുള്ളത്. അധികം വൈകാതെ തന്നെ ഞങ്ങൾ തോണ്ടലിഗൻ ബീച്ചിലെത്തി. പ്രാദേശികമായി അവർ പറയുന്നത് തൊന്തലിഗൻ ബീച്ച് എന്നാണെങ്കിലും നമ്മളിത് തോണ്ടലിഗൻ ബീച്ച് എന്ന് വായിക്കണം. നല്ല വിശാലമായ ഒരു ബീച്ച്. നേരം ഉച്ചയായി കഴിഞ്ഞിരിക്കുന്നു. നല്ല വിശപ്പുമുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണത്തിന് ഓർഡർ ചെയ്തു. ആദ്യം തന്നെ കുടിക്കാൻ വെള്ളത്തിന് പകരം കോളയാണ് വന്നത്. ഇവർ ഫിലിപ്പീനുകൾ വെള്ളത്തേക്കാൾ കൂടുതൽ കോളയാണ് കുടിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തെല്ലാമോ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെന്തെല്ലാമായിരിക്കും എന്നുള്ള കൗതുകത്തിലാണ് ഞാനിരിക്കുന്നത്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരോ വിഭവങ്ങൾ മേശ വന്ന് നിറയാൻ തുടങ്ങി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും രുചിച്ചു നോക്കിയിട്ടുമില്ലാത്തതുമായിട്ടുള്ള പല രീതിയിലുള്ള കടൽ വിഭവങ്ങൾ. അതിൽ മത്സ്യമുണ്ട്, ഇറച്ചിയുണ്ട്, പച്ചക്കറികളുണ്ട്. ഇതെല്ലാം കൊണ്ടുവച്ച രീതിയും ഇതിൻ്റെ നീറ്റ്നെസ്സും ഒക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇത് കാണാൻ തന്നെ നല്ല ചന്തമായിരുന്നു. ഇതെങ്ങനെ കഴിക്കണമെന്നോ ഇതിലേത് ആദ്യം എടുക്കണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ കൺഫ്യൂഷൻ അധികവും. ഒരു കാര്യത്തിൽ നമ്മളെപ്പോലെ തന്നെയാണ് ഇവരും. 3 നേരവും ചോറ് ഇവർക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് നമ്മളെപ്പോലെ വയറ് നിറച്ചും ചോറല്ല, ഒരു കപ്പ് ചോറ്, അതിനെന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ അവർ ഫുൾ ഹാപ്പി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ബീച്ചിലേക്ക് തന്നെ എത്തി. അപ്പോഴേക്കും ജോയിയെയും കൂട്ടി ഏഞ്ചൽ വീണ്ടും മടങ്ങിയെത്തി. ഏഞ്ചൽ വളരെ കുസൃതിയുള്ളൊരു കുട്ടിയാണ്. ഫോട്ടോയ്ക്ക് അവൾ പല പല രീതിയിലുള്ള പോസുകൾ ചെയ്തു. സന്തോഷത്തിൻ്റെ കുറേ നിമിഷങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അവളുടെ അച്ഛനോട് നൈസായിട്ട് ആ കാര്യം അങ്ങ് ചോദിച്ചു. അച്ഛാ, എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ്. ഞാൻ വലിയ പണക്കാരനൊന്നുമല്ല, പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അച്ഛന് വാക്ക് തരാം. അച്ഛൻ്റെ മോൾ ഒരിക്കലും പട്ടിണി കിടക്കില്ല. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. മറുപടി ഒരു ചീത്തയോ തല്ലോ ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവളുടെ അച്ഛൻ ചിരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് സഞ്ചരിച്ച് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വരെ വന്നത് എൻ്റെ മോളെ കാണാനല്ലേ? നീ ശരിക്കും ഇംപ്രസ് ചെയ്തത് അവളെയല്ല, ഞങ്ങളെയാണ്. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ്. എൻ്റെ മകൾക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെങ്കിൽ അതിൽ പരം സന്തോഷം ഞങ്ങൾക്ക് വേറെയില്ല. എൻ്റെ മകളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവളാണ്. എന്നെ സ്നേഹത്തോടെ അടുത്തോട്ട് വിളിച്ചു. എന്നിട്ട് എന്നോട് രഹസ്യമായി ചോദിച്ചു, എൻ്റെ മോളെ പ്രപ്പോസ് ചെയ്യാൻ നിൻ്റെ റിങ് വല്ലതും ഉണ്ടോ? ഇത് കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ആൺകുട്ടി ധൈര്യപൂർവ്വം പെൺകുട്ടിയുടെ അച്ഛനോട് വിവാഹ അഭ്യർത്ഥന നടത്തിയാൽ ആദ്യം അവൻ്റെ കരണം പുകയും, പിന്നെ അവൻ്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ ഉറക്കം കളയും. അച്ഛനോടുള്ള സകല ബഹുമാനത്തോടും സ്നേഹത്തോടു കൂടി ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛൻ കരുതുന്ന പോലുള്ള ഒരു നാടല്ല എൻ്റേത്. അവിടെ വിവാഹം ചെയ്യണമെങ്കിൽ ഒരുപാട് കടമ്പ കടക്കണം.
ഇവിടുത്തെ പോലെ റിങ് മാത്രം മതിയായിരുന്നെങ്കിൽ അവിടെ നൂറുകണക്കിനല്ല ലക്ഷക്കണക്കിന് വിവാഹങ്ങൾ ഒരുപാട് ഇപ്പം നടന്നു കഴിഞ്ഞേനെ. അവിടെ ഒരു വിവാഹം നടക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം അച്ഛാ. എൻ്റെ പേടി അതൊന്നുമല്ല. അച്ഛൻ്റെ മകൾക്ക് എൻ്റെ നാടും എൻ്റെ വീട്ടുകാരും അവിടുത്തെ ഭാഷയും അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ ജീവിത രീതിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവൾക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി വീണ്ടും വരും, അച്ഛൻ പറഞ്ഞതുപോലെ പ്രപ്പോസൽ റിങ്ങുമായിട്ട്. അന്ന് അതും പറഞ്ഞ് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. ഞാൻ വീണ്ടും വരുമെന്നും മിർനയെ ഒരിക്കലെങ്കിലും ഇന്ത്യ കാണിക്കാൻ കൊണ്ടുപോകുമെന്നും അവളുടെ അച്ഛന് വാക്ക് നൽകി. യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഞാൻ അവിടെ അടുത്തുള്ള സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. ഇവിടെ അടുത്ത് എന്തെങ്കിലും ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാനുണ്ടോ, എന്നെ അവിടെ കൂട്ടിക്കൊണ്ട് പോകാമോ എന്നൊക്കെ അവളോട് ഞാൻ ചോദിച്ചു. അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്തൊരു മലയുണ്ട്, വലിയൊരു മല. ആ മലയിൽ വലിയൊരു ഗ്രാമമുണ്ട്, അത് കാണാൻ പോകാമെന്നും അവിടം നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നും എന്നോട് പറഞ്ഞു. കേട്ടറിഞ്ഞപ്പോൾ ഏതാണ്ട് നമ്മുടെ വയനാടോ അല്ലെങ്കിൽ ഊട്ടിയോ പോലെ എപ്പോഴും തണുപ്പുള്ളൊരു സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായി. ബാഗിയോ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ദഗുപാനിൽ നിന്നും ബാഗിയോയിലേക്ക് 75 കിലോമീറ്ററാണുള്ളത്. 2 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്യണം. അധികം വൈകാതെ തന്നെ ഞങ്ങൾ ബാഗിയോയിലെത്തി. ഇതാണ് ബാഗിയോ, അതിസുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം. ഇത് ഗ്രാമം എന്നൊന്നും വിളിച്ചുകൂടാ, ഇതൊരു സിറ്റിയായി കഴിഞ്ഞിരിക്കുന്നു. നിറയെ വാഹനങ്ങൾ, വലിയ തിരക്കുള്ളൊരു നഗരം. ഫിലിപ്പീൻസിലെ ഒരു മലയുടെ മുകളിലാണ് ഇത്രയും തിരക്കുള്ള അല്ലെങ്കിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു നഗരം ഉണ്ടെന്ന് എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് വെച്ച് നോക്കുമ്പോൾ മിർനയുടെ ഗ്രാമമാണ് എനിക്ക് ഗ്രാമം എന്ന് വിളിക്കാൻ തോന്നുന്നത്. ശരിക്കും ഒരു വിദേശത്തിൻ്റെ പ്രൗഢിയും ഒരു വിദേശത്തൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്നുള്ള ഫീലും ഒക്കെ എനിക്ക് കിട്ടിയത് ശരിക്കും ഈ ബാഗിയോയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ്. ഫിലിപ്പീൻസിൻ്റെ വേനൽക്കാല തലസ്ഥാനം എന്നൊരു പേര് കൂടെ ബാഗിയോയ്ക്കുണ്ട്. ഇവിടുത്തെ തണുത്ത കാലാവസ്ഥ തന്നെയാണ് അതിന് കാരണം. മനില പോലുള്ള വലിയ നഗരത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ഇടമായി മാറിയിരിക്കുകയാണ് ഇന്ന് ബാഗിയോ. ഉഷ്ണമേഖല പൈൻ വനങ്ങളുടെ ആസ്ഥാനം കൂടിയാണ് ഈ നഗരം. പൈൻസ് നഗരം എന്ന വിളിപ്പേര് കൂടി ഈ നഗരത്തിനുണ്ട്. നേരെ ഏതാണ്ട് ഉച്ചയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നല്ല വിശപ്പുണ്ട്. നല്ല റെസ്റ്റോറൻറ്റ് തപ്പിയുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഇവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടെന്നും ഇവിടുന്ന് ബിരിയാണിയൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എന്നെയും കൂട്ടി പോവുകയാണ് ഇവർ. വിചാരിച്ചു ഒന്നും നടന്നില്ല. അങ്ങനെ ചെന്ന് പെട്ടതൊരു കൊച്ചു റെസ്റ്റോറൻ്റാണ്. അവിടെ കഴിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ചോറും ചെറുപയർ കറിയുണ്ട്, പോരാത്തതിന് മറ്റെന്തോ തരം ഒരു സൂപ്പും. ഇന്ത്യയിൽ നിന്ന് പോയ എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അത്. ചെറുപയർ കറി എങ്കിൽ ചെറുപയർ കറി, അതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതും പിന്നെ ചിക്കൻ വേറെ എന്തോ രീതിയിൽ പൊരിച്ചതുമായ ഒരു കഷ്ണം, അതും കൂട്ടി ഉച്ചക്കലത്തെ ഫുഡ് അങ്ങ് കുശാലാക്കി. എന്നിട്ട് ഞങ്ങൾ കാഴ്ചയിലേക്ക് ഇറങ്ങി. വിചിത്രമായ ഒരുപാട് കാഴ്ചകളാണ് എന്നെയും കാത്തവിടെ ഇരുന്നത്. നമ്മുടെ നാട്ടിൽ കോഴിക്കുഞ്ഞിനെല്ലാം കളറ് മുക്കി അങ്ങനിട്ടുണ്ട്. എന്നാൽ കുതിരയുടെ മുടി നിറയെ കളറ് ചെയ്തിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് കുതിരകൾ നിറഞ്ഞ ഒരു ഫാം. അതെല്ലാം കണ്ട് കാഴ്ചകൾ ഇങ്ങനെ നടക്കെ തൊട്ടടുത്തുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഞങ്ങൾ കയറി. ഞാൻ മാത്രമല്ല, ഒരുപാട് വിദേശികളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ കുടിൽ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള കുടിൽ, ഇഗ്രോട്ടുകളുടെ കുടിൽ. ഞാൻ ചോദിച്ചു, ഇഗ്രോട്ടോ അതെന്താ? അതിനെക്കുറിച്ചൊക്കെ വഴിയെ നിനക്ക് പറഞ്ഞുതരാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇവിടെ, നീ കണ്ടാൽ ഞെട്ടും. ഞാൻ ചോദിച്ചു, എന്താ അത്? വാ കാണിച്ചു തരാമെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് കാണിച്ചു. എന്താണെന്നറിയാമോ? ഈ കാണുന്ന ആനകളെ. ഇതൊന്നും ശരിക്കുള്ള ആനകളല്ല, എല്ലാം നല്ല ഒന്നാന്തരം ആനകളുടെ പ്രതിമകൾ. ഒരുപാട് ആനകളുള്ള ഒരു നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ അഹങ്കാരമൊന്നും ഞാൻ അവളോട് കാണിച്ചില്ല. ആനകളെ കണ്ട് ശരിക്കും ഞെട്ടിയ പോലെ ഞാൻ അവളുടെ മുമ്പിൽ ഭാവിച്ചു. എന്നിട്ട് അവിടെയുള്ള കാഴ്ചയിലേക്ക് വീണ്ടും നടന്നു. ചരിത്രത്തിൻ്റെ ഒരു ശേഷിപ്പ് തൊട്ടറിയാനുള്ള ഒരു ഭാഗ്യം എന്നെയും കാത്ത് ആ ബൊട്ടാണിക് ഗാർഡനിൽ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് ഈ ജാപ്പനീസിൻ്റെ ടണൽ കാണുന്നത്. 1941 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജാപ്പനീസ് ഫിലിപ്പീൻസിനെ ആക്രമിച്ചപ്പോൾ കനത്ത അമേരിക്കൻ സാന്നിധ്യമായിരുന്നു ഈ നഗരത്തിനുണ്ടായത്. പിന്നത്തെ പൂരം പറയണ്ടല്ലോ. ഈ ജാപ്പനീസ് അധിനിവേശത്തെ അമേരിക്കൻ സൈന്യം വളരെ ഗൗരവമായി തന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് അവരുടെ സൈനിക സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനും മറ്റും ബാഗിയോയുടെ കീഴിൽ നിരവധി തുരങ്കങ്ങൾ നിർമ്മിച്ചു. ഈ തുരങ്കങ്ങളാണ് നഗരത്തിൻ്റെയും റോഡിൻ്റെയും അടിയിലൂടെ നിരവധി ഭൂഗർഭ ലൂപ്പുകളായി മാറിയത്.
അങ്ങനെയുള്ള ഒരു തുരങ്കത്തിൻ്റെ വായാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ വന്ന് അവസാനിക്കുന്നത്. ആ തുരങ്കങ്ങൾ നടന്ന് സന്ദർശിക്കാനും അതിനുള്ളിൽ വെളിച്ചം നൽകി അത് സംരക്ഷിക്കാനും ഇവിടുത്തെ ഗവൺമെൻറ് യാതൊരു മടിയും കാണിച്ചിട്ടില്ല. ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. ഭാഗ്യവന്മാരാണ് ഇവിടെ ഉള്ളവരെല്ലാവരും. കാരണം ചരിത്രത്തെ ഇങ്ങനെ തൊട്ടറിയാനുള്ള അവസരവും അതിങ്ങനെ സൂക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റും നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അത് നടന്നു കാണാനും തൊട്ടറിയാനും അവൻ ഭാവിയിൽ എത്ര കാലം കഴിഞ്ഞാലും അവൻ്റെ ചരിത്രത്തെക്കുറിച്ച് അവൻ ഒരിക്കലും മറക്കില്ല എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ ഗാർഡനിലൂടെ നടക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ചരിത്രത്തെക്കുറിച്ചോ അതിൻ്റെ വർഷങ്ങളെക്കുറിച്ചോ യാതൊരു പിടിയുമില്ലാത്ത ഞാൻ പോലും കുറഞ്ഞ സമയം കൊണ്ട് എൻ്റെ മനസ്സിൽ ഇതെല്ലാം പതിഞ്ഞു കഴിഞ്ഞു. കാണാതെ പഠിക്കുന്നതും കണ്ടും തൊട്ടറിഞ്ഞും പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഈ യാത്രയിലൂടെ നടന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒന്ന് തീരുമ്പോൾ മറ്റൊന്നിനായി കാണാത്ത സ്ഥലങ്ങളും കാണാത്ത വിശേഷങ്ങളും കാണാത്ത അറിവിനും വേണ്ടി യാത്രകൾ വീണ്ടും ഇവിടെ ആരംഭിക്കുകയാണ്.